1967 പശ്ചിമ ബംഗാളിലെ പുരുലിയ ജില്ല. പ്രകൃതി ഭംഗിയാൽ സമൃദ്ധമായ ബെഗോൻകോദൂർ എന്ന കൊച്ചു റെയിൽവേ സ്റ്റേഷൻ. അതൊരു സാധാരണ സ്റ്റേഷനായിരുന്നു. ആളുകൾ വരുന്നു പോകുന്നു, ജീവിതം ശാന്തമായിരുന്നു. പക്ഷേ ഒരു വൈകുന്നേരം ആ സ്റ്റേഷൻ്റെ വിധി മാറി. അന്ന് സ്റ്റേഷൻ മാസ്റ്റർ പാളത്തിനരികിൽ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അയാൾ കണ്ടത് പാളത്തിലൂടെ ട്രെയിനിനോടൊപ്പം ഓടുന്ന ഒരു സ്ത്രീയെയാണ്. വെളുത്ത സാരി ധരിച്ച് തല താഴ്ത്തി ട്രെയിനിൻ്റെ അതേ വേഗതയിൽ അവൾ ഓടും. വെറുമൊരു കാഴ്ചയായി അത് അവസാനിച്ചു. ദിവസങ്ങൾക്കകം ആ സ്റ്റേഷൻ മാസ്റ്ററും കുടുംബവും റെയിൽവേ ക്വാർട്ടേഴ്സിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അവിടെ നിന്നാണ് ഇന്ത്യയെ നടുക്കിയ ആ പ്രേതകഥയുടെ തുടക്കം. ആ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. വെളുത്ത സാരി ഉടുത്ത ആ രൂപത്തെ പിന്നെയും പലർ കണ്ടുവെന്ന് പറഞ്ഞു. റെയിൽവേ ജീവനക്കാർ അവിടെ ജോലി ചെയ്യാൻ പോലും മടിച്ചു. പുതുതായി വന്നവർ ദിവസങ്ങൾക്കകം ജോലി ഉപേക്ഷിച്ചു പോകും. അവരുടെ നാവുകളിൽ ഒരേ ഒരു വാചകം മാത്രം: അവിടെ എന്തോ ശരിയല്ല. ഭയം അത്രമേൽ രൂക്ഷമായതോടെ 1967 ആ സ്റ്റേഷൻ പൂർണ്ണമായും അടച്ചുപൂട്ടി. ട്രെയിനുകൾ ആ സ്റ്റേഷൻ കടന്നു പോകും, പക്ഷേ അവിടെ നിർത്തില്ല. ലോക്കോ പൈലറ്റുമാർ ആ സ്റ്റേഷൻ എത്താറാവുമ്പോൾ വേഗത കൂട്ടും. ജനലുകൾ അടച്ച് യാത്രക്കാർ പ്രാർത്ഥനയോടെയിരുന്നു. ബെഗോൻകോദൂർ ഇന്ത്യയിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഇടങ്ങളിൽ ഒന്നായി മാറി. ഒന്നല്ല, രണ്ടുമല്ല, നീണ്ട 42 വർഷങ്ങൾ ആ സ്റ്റേഷൻ വിജനമായി കിടന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആളുകൾ ആ വഴി ഒഴിവാക്കി. കാടുപിടിച്ച് നശിച്ച ആ സ്റ്റേഷൻ കെട്ടിടം ഒരു നിഴല് പോലെ അവിടെ ബാക്കിയായി. മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്ത് 2009 ഒരു തീരുമാനമുണ്ടായി: ബെഗോൻകോദൂർ സ്റ്റേഷൻ വീണ്ടും തുറക്കുക. ജനങ്ങളുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചായിരുന്നു അത്. ട്രെയിനുകൾ വീണ്ടും നിർത്താൻ തുടങ്ങി. എല്ലാം സാധാരണ നിലയിലാണെന്ന് ലോകം കരുതി. പക്ഷെ ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല. ഇന്നും ബെഗോൻകോദൂറിൽ വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ആളുകൾ നിൽക്കില്ല. അവസാന ട്രെയിൻ പോയി കഴിഞ്ഞാൽ സ്റ്റേഷൻ വീണ്ടും വിജനമാകും. റെയിൽവേ ജീവനക്കാർ പോലും രാത്രിയിൽ അവിടെ തങ്ങാൻ തയ്യാറല്ല. പ്ലാറ്റ്ഫോമിലെ വെളിച്ചം അണഞ്ഞാൽ അവിടെ നിശബ്ദതയല്ല, ഭയമാണ് ഭരിക്കുന്നത്. ചില രാത്രികളിൽ ഇന്നും പാളത്തിനരികിലൂടെ ആ നിഴൽ ഓടുന്നതായി കണ്ടവരുണ്ട്. അത് വെറും തോന്നലാണ്. അതോ 1967 കണ്ട ആ രൂപം ഇന്നും അവിടെ അലയുന്നു? ശാസ്ത്രത്തിന് ഇന്നും ഇതിന് കൃത്യമായ ഒരു മറുപടിയില്ല. പക്ഷേ ബെഗോൻകോദൂറിലെ കാറ്റിൽ ഇന്നും ഒരു ഗന്ധമുണ്ട്, മരണത്തിൻ്റെയും നിഗൂഢതയുടെയും. ഒരു സ്ഥലം അടച്ചു പൂട്ടാം, പക്ഷെ അവിടുത്തെ കഥകൾ അടച്ചു പൂട്ടാനാവില്ല. മനുഷ്യർ മാറുമ്പോഴും ചില ആത്മാക്കൾ തങ്ങൾ പാതി വഴിയിൽ നിർത്തിയ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും. 42 വർഷത്തെ ഏകാന്തതയ്ക്ക് ശേഷവും ആ സ്റ്റേഷന് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്: എല്ലാ വാതിലുകളും തുറക്കാനുള്ളതാണ്. നിങ്ങളെപ്പോഴെങ്കിലും ബംഗാളിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ബെഗോൻകോദൂർ എത്തുമ്പോൾ ജനാലയിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കൂ. അവിടെ വെളുത്ത സാരി ഉടുത്ത ഒരാൾ നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടാവും. ചില സത്യങ്ങൾ വീണ്ടും തുറക്കാം, പക്ഷേ അവിടെയുള്ള കഥകൾ ഒരിക്കലും അടയ്ക്കാനാവും. ഭൂതലോകം ചില കഥകൾ ഇങ്ങനെയാണ്.